ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് റമളാനായിട്ട് ഇപ്പോൾ ഇത് ചിലപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് വീഡിയോ എടുക്കാനും പിന്നെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ഭയങ്കര തിരക്കായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിരിക്കണമെന്ന് കരുതുന്നു. നിങ്ങളെ റമളാനൊക്കെ എങ്ങനെ പോകണു? പിന്നെ നമ്മൾ നാട്ടിൽ ഇപ്പോൾ കേൾക്കുന്ന ന്യൂസും കാര്യങ്ങളും അത്ര മനസ്സിക്ക് സുഖം തരുന്നതല്ലാത്തതുകൊണ്ടും അങ്ങനെയും കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒക്കെ മാറി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയപ്പർ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതാ ഫസ്റ്റ് ക്രൈ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ യൂസ് ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാത്ത ഒരു ഡയപ്പറാണ്. ഞാൻ യൂസ് ചെയ്തതും ഇപ്പോൾ ഒരു 1 മന്ത് ഒക്കെ ആയിട്ടുള്ള യൂസ് ചെയ്തിട്ടും. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഏത് നോക്കാം. അപ്പോൾ ഞാനത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ബേബി ഹഗ് അഡ്വാൻസ്ഡ്. ഞാനിത് ചെയ്യാൻ വേറെ റീസൺ കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇതിന് മുമ്പ് വേറൊരു ഡയപ്പർ വീഡിയോ ഇട്ട ടൈമിൽ ഒരു കുട്ടി എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആ കുട്ടീൻ്റെ കമൻറ്റ് വാല്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡയപ്പർ വാങ്ങിയതും യൂസ് ആക്കിയതും. താങ്ക് യു സോ മച്ച്. കാരണം ആ കുട്ടിക്ക് ജസ്റ്റ് ഒരു വേർഡ് 2 വേർഡ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് അല്ല എനിക്ക് കമൻറ്റ് ചെയ്തത്, ഒരു കുറേ വരുന്ന ഒരു കമൻറ്റാണ് ചെയ്തത്. അപ്പോൾ ആ കുട്ടി എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അത്രയും നേരം ടൈപ്പ് ചെയ്തിട്ട് അത് അയക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് നല്ല ഡയപ്പറായിരിക്കും. അപ്പോൾ അങ്ങനെ തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു ഡയപ്പറാണ്. അപ്പോൾ എന്തായാലും എനിക്ക് റിഗ്രറ്റ് ഒന്നും തോന്നിയിട്ടില്ല, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെയും കാണിക്കാമെന്ന് കരുതിയിട്ടാണ് നെക്സ്റ്റ് ടൈം നിങ്ങളെയും കൂടെയും കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാ ബേബി ഹഗ്ഗിൻ്റെ അഡ്വാൻസ്ഡ് ആണ്. ബേബി ഹഗ്ഗിൽ അഡ്വാൻസ്ഡും വരുന്നുണ്ട്, പ്രീമിയം വരുന്നുണ്ട്. പ്രീമിയം ആകുമ്പോൾ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ വരും. അഡ്വാൻസ്ഡ് ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഇതിൽ സോഫ്റ്റ് ഡയപ്പർ ബ്രാൻഡ്സ് ഹണികോം ടെക്നോളജി 3D ലീഗ് ഗാർഡ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ സൈസ് ചൂസ് ചെയ്തിട്ടുള്ളത് മീഡിയം ആണ്. കാരണം ലൈക്ക് ഇപ്പോഴും ഈ മീഡിയത്തിൻ്റെ വെയിറ്റിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ മീഡിയം സൈസിലാണ് നിൽക്കുന്നത്. പിന്നെ 12 hours ഡ്രൈനെസ്സും ആൻറ്റി റാഷും ഒക്കെ ഒരു പറയുന്നുണ്ട്. പിന്നെ അതാ ബേബി ഹഗ് അഡ്വാൻസ്ഡ് സോഫ്റ്റ് ഡയപ്പർ പാൻറ്റ്സ്. പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് കോട്ടണി സോഫ്റ്റ് ആണ്. ഇത് ജെല്ല് മാത്രമല്ല, ഇതിൽ കോട്ടൺ വരുന്നുണ്ട് കേട്ടോ ഡിസ്പോസ് ചെയ്യണ സമയത്ത്. പിന്നെ അലോയൻ്റെയാണ് വരുന്നത്, അലോവേറയാണ്. പിന്നെ 76 പാൻസ് ആണ് വരുന്നത് കേട്ടോ. 654 രൂപയ്ക്ക് 76 പാൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു പാൻസിന് 8 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഡെലിവറി ചാർജ് അടക്കം 654 ഉള്ളത് 707 രൂപയാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 9 പോയിൻറ്റ് സംതിങ് 9.5 അതിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് 7 പോയിൻറ്റ് സംതിങ് ഒരു പാൻസിന് വരുന്ന, 6 പോയിൻറ്റ് സംതിങ് ഒരു പാൻസിന് വരുന്നൊക്കെ ഡയപ്പേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എൻ്റെ ആ ഒരു കമൻറ്റ് എന്ന് പറഞ്ഞില്ല, ആ ഒരു കമൻറ്റിൽ ഈ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റൊക്കെ ഇട്ട് കൊടുക്കാൻ അത്രയും ബെസ്റ്റാണ്. കറക്റ്റ് ആണ് കേട്ടോ. 9 പോയിൻറ്റ് സംതിങ്ങിന് കിട്ടുന്ന പാൻസ് ആണെങ്കിലും അത്രയും ടൈം ആബ്സോർബൻസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു പാൻസാണ്. ആ ഒരു റേറ്റിന് നല്ല വേർത്ത് ആയിട്ടുള്ള ഒരു പാൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ഈ ഒരു പാൻസിൻ്റെ ഒരു ഫിഗറൊക്കെ കൊടുത്തിട്ട് ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇരുന്ന് വായിക്കേണ്ടവർക്ക് ഇതൊക്കെ ഇരുന്ന് വായിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും വായിച്ച് നിങ്ങളെ ടൈം കളയുന്നില്ല. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ നമ്മുടെ വെയ്റ്റും സൈസും ഒക്കെ വരുന്ന ഒരു ചാർട്ടൊക്കെ വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്തിട്ട് കുറേ ടൈം യൂസ് ചെയ്യുകയാണെങ്കിലും ഇതിന് റാഷസും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ വരുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന പോലെ തന്നെ ഈവൻ ലിക്വിഡ് ഡിസ്ട്രിബ്യൂഷനാണ്. ഒരേപോലെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യണമെന്ന് എന്തായാലും കരുതിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്ന് പാൻസ് എടുത്തിട്ട് നിങ്ങളൊന്ന് കാണിക്കാം. ഇതാണ് ബേബി ഹഗ് അഡ്വാൻസ്ഡിൻ്റെ ഒരു പാൻസ് വരുന്നത്. ഇതിൻ്റെ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഫ്ലെക്സിബിളാണ്. കുട്ടികൾക്ക് റാഷസോ കാര്യങ്ങളോ അങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ടോ അങ്ങനെ ഒന്നും കിടക്കില്ല. പിന്നെ സൈസ് കറക്റ്റായിട്ട് ചൂസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ സൈസ് കറക്റ്റായിട്ട് നോക്കാം. ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഇവരിത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നെ ഇതാ ബേബി ഹഗ്ഗിൻ്റെ മീഡിയ ആണ്. അതൊക്കെ ഫ്രണ്ടും ബാക്കൊക്കെ നോർമലി എല്ലാ പാൻസിൻ്റെയും പോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് അത്യാവശ്യം നല്ല കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ലീക്കിംഗ് പ്രൂഫൊക്കെ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അബ്സോർബിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 900 ml ഓഫ് വാട്ടർ ഞാൻ ഇതിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ 900 ml ഓഫ് വാട്ടർ വരെ ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതിന് കൂടുതലുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ അത് കൂടുതലൊന്നും കുട്ടികൾക്ക് താങ്ങാൻ വയ്ക്കില്ല, അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അത്രയും അബ്സോർബിങ് കപ്പാസിറ്റി വരുന്നുണ്ട്. ഭയങ്കര നല്ല പാൻസാണ്. മെയിനായിട്ട് ഇതിൻ്റെ വേസ്റ്റ് പിന്നെ ഈ ഒരു കൈൻ്റെ സൈഡൊക്കെ വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ്. അവിടെ ഒന്നും ഇങ്ങനെ റെഡ് കളറോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി പാൻസാണ്, ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് പാമ്പേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസാണ്. പാമ്പേഴ്സിന് ഒരു പാൻസിന് വരുന്ന അത്ര എന്തായാലും ഇതിന് വരില്ല. അപ്പോൾ അഫോർഡബിൾ ആണ്, അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ. നമ്മളിപ്പോൾ പാമ്പേഴ്സ് പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ നെറ്റിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡേ ടൈമിൽ നമുക്കിത് യൂസ് ചെയ്യാം. റെഗുലർലി ഡയപ്പർ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇങ്ങനെ ഇതും യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഡിസ്പോസിങ് വീഡിയോ പിന്നെ ഇതിൻ്റെ റീയൂസിങ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കാത്തവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഇത് എനിക്ക് വന്നിട്ടുള്ളത് 654 രൂപ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 654 രൂപയ്ക്ക് 76 പാൻസാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു പാൻസിന് 8 പോയിൻറ്റ് സംതിങ് ആണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഷിപ്പിംഗ് അടക്കം 707 രൂപ, 9 പോയിൻറ്റ് സംതിങ് എനിക്ക് അങ്ങനെ റേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തായാലും വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് വാങ്ങാത്തവരും ട്രൈ ആക്കാത്തവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വാങ്ങണേക്കാൾ ലാഭത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ 2 പാക്ക് വാങ്ങുമ്പോഴൊക്കെ കിട്ടും. ഞാൻ ഫസ്റ്റ് ക്രൈനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്രൈൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കിത് കിട്ടും. ബേബി ഹഗ് അഡ്വാൻസ്ഡ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ സൈസൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക. പിന്നെ അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം വാങ്ങുമ്പോൾ എത്രയാണ് കാർട്ടിൽ ആഡ് ചെയ്ത് നോക്കിയിട്ട് പേയ്മെൻറ്റിൻ്റെ അവിടെ വരുമ്പോൾ ഷിപ്പിംഗ് അടക്കമുള്ള പേയ്മെൻറ്റ് കാണിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്ററിൽ പോയിട്ട് അത് ഡിവൈഡഡ് ബൈ എത്ര പാൻസിൻ്റെ അത് നോക്കുമ്പോൾ നമുക്ക് ഒരു പാൻസിന് എത്ര വരുന്നത് കാണാൻ പറ്റും. എല്ലാവർക്കും അറിയണതിനാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പിന്നെ ഇത് 2 എണ്ണമുള്ള പാക്ക് എടുത്തിട്ട് മറ്റേത് കാട്ടിൽ നിന്ന് കളഞ്ഞതിന് ശേഷം ഇത് 2 എണ്ണമുള്ള പാക്ക് എടുത്തിട്ട് കാർട്ടിൽ ആഡ് ചെയ്തിട്ട് നോക്കിയാൽ 2 എണ്ണത്തിനും കൂടി എത്ര ഷിപ്പിംഗ് ചാർജ് എന്ന് വരും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിലേറെ ലാഭത്തിൽ ഇത് കിട്ടും. ഞാൻ അങ്ങനെ ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ല. ബട്ട് പാമ്പേഴ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ അങ്ങനെയാണ് എനിക്ക് ഇതിലേറെ ലാഭത്തിൽ കിട്ടാറുള്ളത്. ഇതിലേറെ ലാഭത്തിലല്ല, ഒരു പാക്ക് വാങ്ങണേക്കാട്ടിലും പാമ്പേഴ്സ് 2 പാക്ക് ഒരുമിച്ച് വാങ്ങുമ്പോൾ അങ്ങനെ എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സംഭവം തന്നെ ആവുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങി വെക്കാറാണ് പതിവ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ നമ്മളെ ചാനലിൽ ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഒന്നാമത് റമദാനാണ്, ഭയങ്കര തിരക്കാണ്. പിന്നെ ലായിക്കണം എനിക്കും ചെറിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ പനി കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിപ്പോഴത്തെ ഒരു ന്യൂസും കാര്യങ്ങളും അത് വല്ലാണ്ട് നമ്മളെ മനസ്സിനെ തട്ടിക്കണ രീതിക്കുള്ള കുറേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും ഇപ്പോൾ ഞാൻ അവിടെ പറയണില്ല, കാരണം അതിനെക്കുറിച്ചിട്ടൊന്നും പറയാൻ ഞാൻ ആരുമല്ല. എന്തായാലും അത് അത്രയും മനസ്സിക്ക് എന്തൊക്കെയോ തട്ടി നിൽക്കണ സിറ്റുവേഷൻ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ തോന്നി. ചില ദിവസമൊക്കെ വീഡിയോ എടുക്കണമെന്ന് ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും, പക്ഷേ അങ്ങോട്ട് തോന്നില്ല എടുക്കാൻ. പിന്നെ ഇങ്ങനെ ഫോണെടുത്ത് നോക്കുമ്പോൾ പിന്നെ അതന്നെ ഇങ്ങനെ കാണുമ്പോൾ അല്ലേ മെൻ്റലിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അങ്ങനെ തന്നെ ആക്കാറെന്ന് അറിയാം. കാരണം അവിടെ നടക്കുന്ന നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ എന്തായാലും ചിന്തിച്ച് പോകുന്ന രീതിക്കുള്ള ന്യൂസാണ് ഇപ്പോൾ റെഗുലർലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിന്നൊക്കെ ഒരു മാറ്റം വരുന്നത് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബേബി ഹഗ് അഡ്വാൻസ്ഡ് ട്രൈ ആകത്തുള്ളൂ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ മുമ്പ് ഞാൻ കുറേ ഡയപ്പേഴ്സിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഈ ഡയപ്പർ ഓക്കെ അല്ലാത്ത കുട്ടികൾക്ക് അതിലേതെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ പിന്നെ ന്യൂ മോംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയപ്പറൊക്കെ വാങ്ങിക്കുമ്പോൾ അത്രയും സൂക്ഷിച്ചും അതും വാങ്ങിക്കുക. കാരണം കുട്ടികളെ സ്കിന്നിന് പറ്റണതും ഇതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. പിന്നെ അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റണവർ അങ്ങനെ വാങ്ങിക്കുക. കാരണം ഇത് കുറേ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് തന്നെ നമുക്ക് നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. അഫോർഡബിളായിട്ട് ഏതാ കിട്ടുന്നത് നോക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇഫ്താർ സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞ റീസൺ കാര്യങ്ങളുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത് എല്ലാ
ഉമ്മമാർക്കും അല്ലെങ്കിൽ അമ്മമാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുഞ്ഞുമക്കളുടെ എല്ലാ അമ്മമാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണുന്നവരെ അസ്സലാമു അലൈക്കും.